ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ബോറാകുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹരിയെ പോയി കണ്ടിരിക്കുകയാണോ. ഇപ്പോഴും വാഹയെടുത്താൽ കള്ളത്തരമല്ലാതെ ഹരി ഒന്നും പറയുന്നില്ല. മനുവിന് ഏതായാലും ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഒരു അച്ഛന്റെ രോദനം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശിവൻ പറഞ്ഞു മനുവിനോട്, എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷിക്കടാ, അവന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി ഒന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കടാ എന്ന് മോനോട് കാലു പിടിച്ചു പറയുന്നത് പോലെ നമ്മുടെ മനുവിനോട് പറഞ്ഞു. ഏതായാലും മനുവിന് സ്വന്തം അച്ഛൻ പറയുന്നത് കൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. പക്ഷേ മനു ആണെങ്കിൽ ഹരിയുടെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് ഒരിക്കലും നമ്മുടെ മനുവിന് പോലും അംഗീകരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും രണ്ടും കെട്ടൊരവസ്ഥയിൽ നമ്മുടെ മനു ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ വിശേഷത്തിൽ പകുതി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു കുളവാക്കുന്നില്ല. കാരണം നിങ്ങൾ ഇന്നലെ വിശേഷം കേട്ട് കാണും ഞാൻ ഇട്ടത്. ഇന്ന് രാവിലെ ഇട്ടത് കേട്ട് കാണും. നമ്മുടെ രോഹിത്തിന്റെ കാര്യവും രോഹിത്തിനെ നമ്മുടെ അലീന റൂമിലേക്ക്, അതായത് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവരുന്നതും എല്ലാവരുമായിട്ട് എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞു കൊടുത്ത് ആങ്ങളമാരും ആങ്ങളെയല്ല പെങ്ങന്മാരോട് ഇടപെടുന്നതും, അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ഓടി ചെന്ന് രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്നതും, ബബിതയും ആ ഒരു ഇമോഷണൽ ആവുന്നതും, അലീനയും ബാലചന്ദ്രനും ഒക്കെ ഇമോഷണൽ ആകുന്ന ഒരു സീൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഏതായാലും നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു സീൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ വൈജ ആണെങ്കിലുണ്ടല്ലോ, വൈജയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ആ റൂമിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരാൾ പോലും നമ്മുടെ വൈജനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ പറയുന്ന രോഹിത്തും ബബിതയും കൃഷ്ണയും നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഒരു 5 പേരും ഒറ്റക്കെട്ടും വൈജ ശ്വാസം മുട്ടി അതിനകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയും. ഏതായാലും ആരെങ്കിലും ഒക്കെ വിളിക്കുകയും പറയുകയൊക്കെ വേണ്ടേ. ഇച്ചിരി കൊതി നുണയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കമലേനെ തന്നെ ഫോൺ വിളിക്കണം. ഏതായാലും കമലേനെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൊതി നുണയൊക്കെ കേൾക്കാം. അങ്ങനെ കമലേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കമലയ്ക്ക് എന്താ പരിഭവവും പരാതിയും മാത്രമേ ഉള്ളൂ. രോഹിത്തിനെ കുറിച്ച് കുറെ കുറ്റവും. ഒന്നുമല്ല രോഹിത്തിനെ കുറിച്ച് പറയുന്നത്, രോഹിത്ത് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, രോഹിത്താണ് പ്രധാന കാരണം, എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു, എന്റെ മോൻ മാത്രം അങ്ങ് ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നു. അവനോട് ആ മനുവിനോടൊന്ന് പറഞ്ഞിട്ട് അവന് എന്താ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ അലീനയുടെ പുറകെ നടക്കുക. ഏതിനും അലീനയുടെ പുറകെ നടക്കുന്നുണ്ട്. അലീനയെ കൊണ്ടുപോകാനും വരാനും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ കൊച്ചിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവന് പറ്റത്തില്ല. വൈജ നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ, എനിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാനില്ല. പിന്നെ ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരിക്ക് ശിക്ഷ കിട്ടുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞോണ്ട് വൈജ അങ്ങ് കൈ മലത്തിയപ്പോഴത്തേക്കും നമ്മുടെ കമലയ്ക്ക് ദേഷ്യം വന്നിട്ട്, കമല എന്നാ പിന്നെ ശരി വെച്ചേക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട്, ഇവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ആങ്ങളമാരും പെങ്ങളമാരും ഒറ്റ കൂട്ടുകെട്ടല്ലേ, അവക്ക് ഇത് തന്നെ വേണം, അലീന അവിടെ വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ അവക്ക് ഇത് തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ കമലയും പറയാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ വൈജയും ഒരു ചെറിയൊരു ശത്രുവാണ് കമലയുടെ. ഇപ്പം മകനെ രക്ഷിക്കാൻ ആരൊക്കെ കൂട്ടു നിന്നില്ലെങ്കിലും അവരെല്ലാം ശത്രുക്കളും. കൂട്ടാരെയിൽ നിൽക്കുവാണെങ്കിൽ അവരെ പിടിച്ച് മിത്രമാക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കമലയെ ഒരു അമ്മ ആയതുകൊണ്ട് തന്നെ കമലയുടെ വേദന കമലയ്ക്കേ അറിയത്തുള്ളൂ. അങ്ങനെ ജയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചെത്തി കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കമല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏന്തി ചോദിക്കൂല്ലോ. കമലയ്ക്കല്ലേ കമലയുടെ വേദന അറിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മനുവും ശിവനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയിട്ട് എന്തായി കാര്യങ്ങളൊക്കെ, അവനെ കണ്ടോ, അവൻ ക്ഷീണിച്ചാണോ ഇരിക്കുന്നത്, അവന് ആഹാരം കിട്ടുന്നുണ്ടോ, അതോ എല്ലാരും കൂടെ അവനെ എടുത്തിട്ട് പെരുമാറുവാണോ ശിവേട്ടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു കമലെ നീ സമാധാനപ്പെട്, അവന് ജയിലിലാണെന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. നിനക്കറിയത്തില്ലേ ഇപ്പം ജയിലിലൊക്കെ നല്ല ഒന്നാം തരം ഭക്ഷണമാണ് കിട്ടുന്നത്. അവൻ ഒരു കേടുപാടും സംഭവിച്ചിട്ടൊന്നുമില്ല. ഏതായാലും ആദ്യമൊക്കെ കുറച്ച് തല്ലൊക്കെ കിട്ടും. പിന്നെ ഈ ജയിലുള്ളികളൊക്കെ ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി പോകും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവന്റെ ആരോഗ്യ നിലയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, എങ്ങനെ അവന്റെ ആരോഗ്യ നിലയ്ക്ക് പ്രശ്നം ഉണ്ടാകും, മൂക്കറ്റം വെട്ടി വിഴുങ്ങല്ലേ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന കൂസല് വല്ലതും ഉണ്ടോ, അവൻ 3 നേരവും വെട്ടി വിഴുങ്ങുന്നുണ്ടായിരിക്കും. ചെന്നടം സ്വർഗലോകം, അങ്ങനെ അങ്ങോട്ട് ഒരു ഡയലോഗ് നമ്മുടെ മനു പറയുന്നുണ്ട്. ചെന്നടം സ്വർഗലോകം എന്ന മട്ടാണല്ലോ അവനപ്പം. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അവൻ നേരത്തെക്കാളും ഒന്ന് മിനിങ്ങിയിട്ടുണ്ട്, ഒന്ന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങോട്ട് കയറി പോയിട്ടോ. അപ്പം നമ്മുടെ വൈജല്ല
കമല് ചോദിച്ചു, അല്ല ശിവേട്ട, ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? അവന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ? അല്ല, അവന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ ശിവേട്ട? എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ മതിയായിരുന്നു. അല്ല, അവൻ എന്താ പറയുന്നത്? ഓ, അവൻ പറയുന്നത് കേട്ടിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് കമലെ. അവനെന്തോ ആ പെങ്കൊച്ചിന്റെ 18 വയസ്സ് കഴിഞ്ഞാണ് ആ പെങ്കൊച്ചുമായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലുള്ളൂ. അതിനു മുമ്പ് ഇതൊരു പോസ്റ്റ് പേപ്പേഴ്സ് ഒന്നും അല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. കേസിന്റെ ബലം മുറുകാൻ വേണ്ടി അവര്, അതായത് എതിർകക്ഷികള് തെറ്റായ ഇത് കൊടുക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ, അത് ശരിയായിരിക്കും, അല്ലെങ്കിലും എന്റെ മോനൊരു മര്യാദയുണ്ട്, അവൻ 18 വയസ്സ് കഴിയാതെ ഒന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ കമലേനെ ഒരു നോട്ടം നോക്കി ആടി മൂടി. വെറുതെ അല്ലടി അവൻ പിഴച്ചു ഊത്തിപ്പോയത്, നീ ഒറ്റ ഒരുത്തി കാരണം തന്നെയാ. തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ശരി കണ്ടാൽ ശരിയാണെന്നും മക്കള് നമ്മുടെയൊക്കെ ആയിരിക്കും, പക്ഷെ അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അത് ചെറുപ്പം മുതലേ പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് നിന്റെ മോൻ ഇപ്പൊ കാട്ടിക്കൂട്ടി വെച്ചതല്ല. അതുകൊണ്ട് നീ അനുഭവിക്ക്. പിന്നെ മനുവിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതിനെല്ലാം ഒറ്റ കാരണക്കാരി നീ തന്നെയാ. എല്ലാരും അത് തന്നെയാ പറയുന്നത്. ഓ, ഇനി എന്റെ തലമണ്ടയിലെല്ലാം കൊണ്ടുവയ്ക്കുക. ഞാൻ എന്താ ചെയ്തത്? ഞാൻ അവനെ വളർത്തിയതാണോ തെറ്റ്? ഞാൻ വളർത്തി, എന്റെ മക്കളെ എല്ലാവരും ഞാൻ ഒരു പോലെയല്ലേ വളർത്തിയത്, അല്ലാതെ അവരെ വേറെ രീതിയിൽ ഇവരെ വേറെ രീതിയിലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഓ, ഒരുപോലെ വളർത്തിയെങ്കിലേ ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു. എടി, ആ മനുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ മാന്യമര്യാദയായിട്ടല്ലേ ജീവിക്കുന്നത്. ഒരു പെണ്ണ് താഴെ വളർന്നു വരുന്നുണ്ട്, അതിനെങ്കിലും ഒന്ന് നോക്കിക്കോണം കേട്ടോ എന്റെ പൊന്നു കമലെ. നീ പരദൂഷണവും കൂതി നുണയും പറയാൻ പോകുന്ന നേരം കൊണ്ട് മക്കളെ നിനക്കൊന്ന് നോക്കാലോ. ആവാതായ കാലത്ത് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പൊ കാല് നീട്ടിയിരുന്ന് എല്ലാം സുഖിച്ചു വാഴുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എവിടെ കാണായിരുന്നു? എന്റെ അച്ഛനും അമ്മയും എന്നെ അന്തസ്സായിട്ട് വേറെ നല്ല കുടുംബത്തിൽ കെട്ടിച്ചു വിട്ടേനെ. പെണ്ണ് വന്ന് കണ്ട ഉടനെ കമലേ മതി എന്ന് നിങ്ങളല്ലായിരുന്നോ കിടന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് 3-4 ഡയലോഗ് ഓടിച്ചു. ശിവൻ പറഞ്ഞു, എന്നെ വിട്ടേരെ, ഞാനിങ്ങ് പൊക്കേക്കാം, എന്നെ വിട്ടേരെ എന്നും പറഞ്ഞ് കയ്യും കൂപ്പിയിട്ട് നേരെ വിട്ടുപോയിട്ടോ നമ്മുടെ ശിവശങ്കര മേനോൻ. ഏതായാലും ഇങ്ങനെ കമല ഇരിക്കുകയാണ്. ഏതായാലും കമലയ്ക്ക് ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ അടുത്ത പ്ലാന്, നീ എങ്ങനെ നമ്മുടെ ഹരിനെ ഇറക്കുന്നൊന്നും അറിയത്തില്ലാത്ത മട്ടില്. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വൈജയനെ വീണ്ടും കാണിക്കുന്നത്. വൈജ ആണെങ്കിൽ ഈ സഹോദരങ്ങളുടെ സ്നേഹം കണ്ടിട്ട് വല്ലാണ്ട് അസ്വസ്ഥത ഇളവാക്കുകയാണ്. അങ്ങനെ ബബിത കയറി വരുന്നുണ്ട്. ബബിത കയറി വന്നിട്ട്, അമ്മ അലീന ചേച്ചി ഉണ്ടാകുന്ന ഒന്നും കഴിക്കുന്നില്ല എന്ന് തന്നെയാണോ തീരുമാനിച്ചത്? അച്ഛന്റെ പുതിയ ഓർഡർ വേറെ ഒന്നുമല്ല, ഇവിടെ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കരുത്, പുറത്തുനിന്ന് ഓർഡർ ചെയ്യരുതെന്നാണ്. അപ്പൊ അമ്മ എന്താ പട്ടിണി കിടക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചാൽ എന്താടി കുഴപ്പമിരിക്കുന്നത്? ഞാൻ എന്റെ പൈസക്ക് പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കും, കഴിക്കും. ആരും അത് ചോദിക്കാനും പറയാനൊന്നും വരണ്ട. എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ കാര്യത്തില് ആരും ഇടപെടണ്ട. നീയേ പോയി അലീനയുടെ കാര്യത്തിൽ ഇടപെടും. അലീനയും അതുപോലെ തന്നെ ഉലീനയൊക്കെ ആയിട്ട് ഭയങ്കര സഹകരണമാണല്ലോ എന്റെ പൊന്നു മക്കള്. എന്തുവാ ഞാൻ ഈ കാണുന്നത്? ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ബബിത നീ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, അമ്മേ, സത്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കും. സത്യമായിട്ടും അമ്മ എന്റെ അമ്മ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു തന്നതൊക്കെ സത്യത്തിൽ ഞാന് എന്റെ മനസ്സിൽ ഉൾക്കൊണ്ടു പോയിരുന്നു. അലീന എന്തോ വലിയ തെറ്റുകാരിയാണ്, അലീന ചേച്ചി നമ്മളോട് എന്തോ ക്രൂരത ചെയ്തു, അലീന ചേച്ചി ഒരു വൃത്തികെട്ട പെണ്ണാണ് എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല അമ്മേ. അമ്മയൊന്ന് മനസ്സിലാക്ക്. അലീന ചേച്ചി ഉണ്ടല്ലോ ഒരുപാട് പാവ. അലീന ചേച്ചിനെ നമ്മൾ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടും, അലീന ചേച്ചിനെ എന്തൊക്കെ ചെയ്തിട്ടും അലീന ചേച്ചി തിരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബബിതനെ അടിപൊളി നോക്കിയിട്ട്, ഓഹോ, നീയേ കൂടുതൽ അലീന പുരാണം വിളമ്പാൻ എന്റെ മുമ്പിൽ വരല്ലേ ബബിതെ. നീ നിന്റെ അച്ഛന്റെ മുമ്പിൽ പോയി വിളമ്പാൻ നോക്ക്. എന്റെ മുമ്പിൽ വരണ്ട. അച്ഛനും മക്കളും കൂടി ഒരു കാര്യം ചെയ്യ്. ഒരു ചില്ലുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടേ അതിനകത്ത് അലീനയെ കയറ്റി ഇരുത്തിയിട്ട് ഒരു വിശുദ്ധിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. അല്ലെങ്കിലേ ഡെയിലി അവക്ക് കുറെ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്ത്. എന്നിട്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിയ് അലീനയ്ക്ക് വേണ്ടി. അങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മേ, അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയ്ക്ക് അറിയാമോ, എനിക്ക് പുറത്തിറങ്ങാൻ എത്ര മടിയായിരുന്നു. അന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയോ? രോഹിത്തിന്റെ റൂമിൽ ചെന്നിട്ട് അമ്മ സ്നേഹത്തോട് ഒരു വാക്ക് അവനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇത്ര ദിവസമായില്ലേ അമ്മ രോഹിത്തിന്റെ മുഖത്ത് നോക്കിയിട്ട്, മോനെ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? മാത്രമല്ല അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നു. മക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഞാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചോ എന്ന് ചോദിച്ചോ അമ്മ? ഇതൊന്നും അമ്മ ചോദിച്ചില്ലല്ലോ. അമ്മ
അമ്മയ്ക്കുണ്ടായിരുന്ന കുറെ മുദ്രാവാക്യങ്ങളും അതുപോലെ അമ്മയുടെ കുറെ ചിട്ടകളും പൊക്കി പിടിച്ചോണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ അമ്മ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ. ഓഹോ, അപ്പം ഇത്രയും നാള് ചെയ്തതേ അമ്മയല്ലായിരിക്കും. എടി 10 മാസം ചുമന്ന മതി മതി നിർത്ത്. 10 മാസത്തെ കണക്ക് കൂടുതൽ അമ്മ പറയണ്ട. അമ്മ 10 മാസത്തെ കണക്ക് പറഞ്ഞാൽ വെറും ചീപ്പായി പോകും. അത് പഴഞ്ചൻ ഡയലോഗാ. ഇപ്പൊ വല്ല ന്യൂ ജനറേഷൻ ഡയലോഗ്സ് ഒക്കെ വല്ലവേ ഉണ്ടെങ്കിൽ അമ്മ ഇറക്കാൻ നോക്ക്. അതുകൊണ്ട് 10 മാസം ചുമന്ന കണക്കൊന്നും ഇങ്ങോട്ടേക്ക് അമ്മ പറഞ്ഞു തരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബബിതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. എന്ത് ചെയ്യാനാണെന്ന് പറ. നമ്മുടെ വൈജയ്ക്ക് വന്നൊരു കാലക്കേടെ ഇപ്പം പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നടക്കാൻ പറ്റുമോ? നടക്കുകയും ചെയ്യാം എന്നൊരവസ്ഥ. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വട്ടം ചിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് ഇങ്ങനെ നമ്മുടെ വൈജ റൂമിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഏതായാലും ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ രോഹിത്തിനെ അലീന ഒന്ന് ഉഷാറാക്കി എടുക്കുന്നതും രോഹിത്തിനെ കൊണ്ട് പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നതും അതുപോലെ നമ്മുടെ രോഹിത്തിനെ പുറത്തു കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ആ വിശേഷം, അതായത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് വേറൊന്നുമല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇന്നലത്തെ ആ ഒരു വിശേഷത്തിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ പറയാത്തത്. ഏതായാലും ഇതിനിടയിലൊക്കെ നമ്മുടെ മനു അലീനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറൊന്നും അലീനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രോഹിത്തിനെ പോയി കണ്ടിരുന്നു. രോഹിത്തിനെ പോയി കണ്ടപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന് പറഞ്ഞിരിക്കുന്നത് പോസ്കോ കേസിൽ അവൻ പ്രതി ആവില്ല. അതായത് അവനൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആ പെങ്കൊച്ചുമായിട്ട് ബന്ധം പുലർത്തിയതെന്നും അതിനു മുമ്പ് അവള് സമ്മതിച്ചിരുന്നില്ല അതിന് എന്നൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതെന്തൊരു ന്യായമാ മനുവേട്ട? ഇതൊക്കെ ഒരു ന്യായമാണോ മനുവേട്ട? ആ പെങ്കൊച്ച് സമ്മതിച്ചില്ല, അതുകൊണ്ട്. അപ്പൊ സമ്മതിക്കായിരുന്നെങ്കിലോ? ആ പെങ്കൊച്ച് സമ്മതിക്കായിരുന്നെങ്കിൽ എന്ത് നടന്നേനെ അവിടെ? എന്ത് സംഭവിച്ചേനെ അവിടെ? മനുവേട്ടന്റെ അനിയനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചപ്പോ ഒരിക്കലും അലീനെ ഞാൻ എന്റെ അനിയനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്തെന്നൊക്കെ പറഞ്ഞാലും രക്തവും ബന്ധവും അതൊന്നും അങ്ങ് ഒറ്റയടിക്ക് പൊട്ടിച്ചെറിഞ്ഞു കളയാൻ പറ്റില്ലല്ലോ അലീന. ഞാൻ ഒരു മനുഷ്യനായി പോയില്ലേ, മൃഗമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അലീനയ്ക്ക് അതിന് മുമ്പില് അലീനയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല കേട്ടോ. എന്തോന്ന് പറയാനല്ലേ? അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന പറഞ്ഞു, മനുവേട്ടൻ എന്താണോ തോന്നുന്നത്, മനുവേട്ടൻ എന്തു തോന്നുന്നു മനുവേട്ടൻ അങ്ങനെ ചെയ്യുക. മനുവേട്ടൻ ഇപ്പം ഹരിയെ രക്ഷിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മനുവേട്ടൻ ഇറങ്ങി പുറപ്പെട്ടോ, അല്ലാതെ അതിനെന്നെ കൂട്ടുപിടിക്കരുത്. എനിക്ക് പറ്റില്ല അതിന്. കാരണം ആ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിതൊന്നും പറയാനുള്ളൊരു ശേഷിയില്ല. ആ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രോഹിത്തിന്റെ പെങ്ങളാണല്ലോ എന്ന് വരെ തോന്നിയിട്ട് എനിക്ക് അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ മടിയുള്ള കൂട്ടത്തിലാ. അപ്പൊ ഹരിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ മനുവേട്ട? അതുകൊണ്ട് മനുവേട്ടൻ എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഓക്കെ, നമ്മുടെ മനു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല, ചിന്തിക്കുന്നില്ല, ഓക്കെ പറയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട് അലീന രേവതിക്കുട്ടീനെ വിളിക്കുമ്പോഴത്തേക്കും രേവതിക്കുട്ടീനല്ല, സോറി എന്റെ ഈശോയെ, രേവതിക്കുട്ടീനെ, അത് തന്നെ, രേവതിക്കുട്ടീനെ വിളിക്കുന്ന ഒരു സീനുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി അവിടെ നടന്ന കഥകളൊക്കെ പറയാനുണ്ടോ. അതായത് നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെയും മകന്റെ കാമുകിയുടെ ഭർത്താവ് വന്ന കാര്യവും ആ കുഞ്ഞിനെ കുറിച്ച് ഇനി എങ്ങനെയെങ്കിലും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ആ ചേട്ടൻ ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് ചേച്ചി ഇവിടുന്ന് പോയതെന്നും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വിശദീകരിച്ച് നമ്മുടെ അലീനെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എങ്കിൽ ഇനിയിപ്പൊ കുട്ടീനെ കിട്ടാൻ എളുപ്പമാണല്ലോ എന്ന് അലീനെ ചോദിക്കുമ്പം അതെ എളുപ്പമാണ്. ഏതായാലും ആ ചേട്ടൻ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഇവിടുന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് പോയത്. ആ ചേട്ടൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു, വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ അച്ഛനെ പോലെ അല്ലേ എന്ന് നമ്മുടെ അലീന പറയാ. അതായത് നമ്മുടെ ബാലചന്ദ്രനെ പോലെ അല്ലേന്നൊക്കെ കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെയാണ് നാളെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മാക്സിമം എല്ലാവരും ഹൈപ്പ് ചെയ്യുകയും ഒരു ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ഇനിയിപ്പം നേരത്തെ കണ്ടിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ മറന്നുപോയെങ്കിൽ പോകുന്നതിന് മുമ്പെങ്കിലും ഒരു ഹൈപ്പും ലൈക്കും ഒക്കെ ചെയ്തിട്ട് വേണം. ഒരു ഹൈപ്പ്, അതായത് ഒരാൾക്ക് ഒരാഴ്ചയിൽ 3 ഹൈപ്പേ പറ്റത്തുള്ളൂ എന്നാ തോന്നുന്നു കേട്ടോ. ആ മൂന്ന് ഹൈപ്പ് നിങ്ങൾ ചെയ്തോളൂ. പിന്നെ നെക്സ്റ്റ് വീക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ വീക്ക് 3 ഹൈപ്പ് വീതം ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.